നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. ഗുണത്രയ വിഭാഗയോഗം. ഗുണത്രയ വിഭാഗയോഗം. സന്തോഷവാനായ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവർക്ക് സഹായി ആകുവാൻ സാധിക്കുകയുള്ളൂ. ആനന്ദത്തിലിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ, ഒരു മനുഷ്യന് മാത്രമേ മറ്റുള്ളവരെ ശരിയായി സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ആനന്ദത്തിന് മാത്രമേ ഒരാളെ കാരുണ്യവാനാക്കുവാൻ കഴിയൂ. ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വലിയ കരുണയുണ്ടായിരിക്കണം. സന്തോഷമുള്ള ഒരാൾക്ക് മാത്രമേ കരുണയുണ്ടാവുകയുള്ളൂ. സന്തോഷത്തിനു മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാനും സേവിക്കാനും കഴിയുന്ന മനോഹരമായ ഒരു ഊർജം ഒരാളിൽ സൃഷ്ടിക്കുവാൻ കഴിയും. സന്തോഷമില്ലാത്ത ഒരാൾക്ക് ഒരു സേവനവും ചെയ്യാൻ കഴിയില്ല. സേവനം ചെയ്യുകയാണെന്ന് വിചാരിക്കും, പക്ഷേ ദ്രോഹം മാത്രമായിരിക്കും ചെയ്യുന്നത്. അത് ഉദ്ദേശശുദ്ധിയുടെ പ്രശ്നമല്ല. ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കും, പക്ഷേ ഫലം അവസാനം ദ്രോഹമായിരിക്കും. ദുഃഖിതനായ ഒരു വ്യക്തിക്ക് ദുഃഖം മാത്രമേ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയൂ. എൻ്റെ കയ്യിലുള്ളത് മാത്രമല്ല എനിക്ക് കൊടുക്കാൻ കഴിയൂ. നമുക്കുള്ളത് മാത്രമേ നമുക്ക് നൽകാൻ കഴിയൂ. അത് ഉദ്ദേശ്യശുദ്ധിയുടെ പ്രശ്നമല്ല. സഹായിക്കാൻ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഉള്ളിൽ ആനന്ദപൂർണമായ ഒരു ഊർജമില്ലാത്ത പക്ഷം ദ്രോഹം ചെയ്യാതെ തരമില്ല. അത് ദ്രോഹമായി പരിണമിക്കും. അതാണ് ഒരാൾ ശരിയായി ആഹ്ലാദം കൊള്ളുമ്പോൾ സേവനം താനേ വന്നു ചേരും. അതുകൊണ്ട് എപ്പോഴും ആഹ്ലാദവാനായിരിക്കുക. അത് അതിൻ്റെ നിഴലെന്ന പോലെ സ്വയമേവ വന്നു ചേരും. സന്തോഷത്തിൻ്റെ നിഴലായിരിക്കും സേവനം. അത് താനേ വന്നു ചേരും. നിഴലിനെ നമ്മൾ പ്രത്യേകം സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നും. സന്തോഷവാനായ ഒരു മനുഷ്യനെ സേവനം അനുഗമിക്കും. അപ്പോൾ അതൊരു ആശീർവാദമായി ഭവിക്കും. അപ്പോഴാണ് അത് ആശീർവാദമായി സംഭവിക്കുക. അതുകൊണ്ട് എപ്പോഴും സന്തോഷവാനായിരിക്കുവാൻ ശ്രദ്ധിക്കുക. സന്തുഷ്ടചിത്തനാവുക. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ലോകോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹയേവ ച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. ഹേ കുരുനന്ദന, തമോ ഗുണം അധികരിക്കുമ്പോൾ ജ്ഞാനതൃഷ്ണയുണ്ടാവില്ല. അറിയാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള കഴിവ് ഒക്കെ നഷ്ടപ്പെടും തമോ ഗുണം അധികരിക്കുമ്പോൾ. മടിയന്മാരായി തീരും. മടിയന്മാർക്ക് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? കൂടാതെ ആലസ്യം, പ്രമാദം, മോഹം എന്നിവ ഉണ്ടാവുന്നത് തമോ ഗുണവർദ്ധനവിൻ്റെ ചിഹ്നമാകുന്നു. തമോ ഗുണ പ്രധാനികളായിട്ടുള്ള ആളുകളെ നമുക്ക് വേഗം മനസ്സിലാവും. തേജസ്സില്ലായ്മ, അമണ്യത, പ്രമാദം, വ്യാമോഹം ഇവ ആരിൽ പ്രകടമാകുന്നുവോ അയാൾ തമോ ഗുണപ്രധാനിയാണ്. ഇപ്പോൾ 3 ഗുണങ്ങളിൽപ്പെട്ട ആളുകളുടെ സ്വഭാവങ്ങളെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞു. സത്വഗുണമുള്ള സത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും, പക്ഷേ ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് കുറച്ച് സുഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ എല്ലാ സുഖങ്ങളും ഉടനെ തന്നെ ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കും. അതാണ് ആ ഒരു സുഖത്തിൻ്റെ പ്രത്യേകത. തമോ ഗുണം ഇത് രണ്ടുമല്ലാത്ത വളരെ താഴ്ന്ന ഒരവസ്ഥയിലുമായിരിക്കും. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹൃത് തദോത്തമവിദം ലോകാൻ അമലൻ പ്രതിപദ്യതേ. പ്രാണൻ ധരിച്ച ജീവാത്മാവ് സത്വഗുണം അധികമുള്ളപ്പോൾ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഋഷ്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് എത്തിച്ചേരും.
മനുഷ്യരിൽ ജ്ഞാനികൾ ഉത്തമരാകുന്നു എന്ന് വേറൊരർത്ഥം. മനുഷ്യരിൽ ജ്ഞാനികൾ ഉത്തമരായ മനുഷ്യരാകുന്നു. സ്വത്തുഗുണം അധികമായുള്ളപ്പോൾ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അയാൾ ഉപരിലോകത്തിലേക്ക്, ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ലോകത്തിലേക്ക്, ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് എത്തിച്ചേരും. രജസി പ്രളയം ഗത്വാ കർമ്മസംകിഷു ജായതേ തഥാ പ്രലീന തമസി മൂഢയോനിഷു ജായതേ. രജോ ഗുണം കൂടുതലുള്ളപ്പോഴാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ ജൻ കർമ്മങ്ങളിലുള്ള ആസക്തി മൂലം കർമ്മത്തിന് പ്രാധാന്യമായി രജോ ഗുണപ്രധാനിയായ ഒരാൾ മരിക്കുമ്പോൾ അയാൾ വീണ്ടും ജന്മമെടുക്കുന്നത് കർമാസക്തി കൂടുതലുള്ള ഒരു മനുഷ്യനായിട്ടായിരിക്കും. ഇനി തമോ ഗുണം വർദ്ധിച്ചവരാണ് മരിക്കുന്നതെങ്കിലോ മൃഗങ്ങളായി പറക്കുന്നു എന്നാണ് പറഞ്ഞു. എന്താണ് മൃഗങ്ങളുടെ ഒരു പ്രത്യേകത? അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ആഹാരം തേടലാണ്, ഇര തേടലാണ്. ഇര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിപൂർണമായിട്ടുള്ള വിശ്രമം തന്നെയാണ്. അത് ദഹിക്കുന്നത് വരെ പിന്നെ വിശ്രമത്തിലായിരിക്കും. അത് പിന്നെ ഉറക്കം മാത്രമായിരിക്കും. അപ്പോൾ ഉറക്കം വളരെ കൂടുതലായിരിക്കും, വിശ്രമം വളരെ കൂടുതലായിരിക്കും, അപ്പോൾ മടി വളരെ കൂടുതലായിരിക്കും. അതായിരിക്കും അവരുടെ പ്രത്യേകത. ഈ തമോ ഗുണം വർദ്ധിച്ചവർ അവർ മരിച്ചാൽ മൃഗജന്മം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന വിശ്രമം മാത്രമായിരിക്കും ഈ മൃഗങ്ങളുടെ ഒരു പ്രത്യേകത. അതേപോലെയുള്ള മനുഷ്യരായിരിക്കും അവർ. വിശ്രമം വളരെ കൂടുതലുള്ളവരായിരിക്കും മൃഗങ്ങൾ. ആണ് മൃഗങ്ങളുടെ ഒരു കഥ. വളരെ വിശ്രമം കൂടുതലുള്ളവരായിരിക്കും അവർ. ഈ ത്രിഗുണങ്ങളാൽ ഉണ്ടാകുന്ന ഇപ്പം 3 ഗുണങ്ങളെ പറ്റിയാണ്, മനുഷ്യരുടെ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതുമൂലം സുഖം, ദുഃഖം, അജ്ഞാനം എന്നിവയാണ് യഥാക്രമം ഉണ്ടായിത്തീരുന്നത്. ഇതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. കർമ്മണ സുകൃതസ്യ ആഹു സാത്വികം നിർമ്മലം ഫലം രജസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. കർമ്മണ സുകൃതസ്യ ആഹു സാത്വികം നിർമ്മലം ഫലം രജസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. പുണ്യകർമ്മങ്ങളുടെ ഫലം സാത്വികവും നിർമ്മലവുമായിരിക്കും. രജോ ഗുണത്തിൻ്റെ ഫലം ദുഃഖമായിരിക്കും. രജോ ഗുണം എന്ന് പറയുന്നത് വളരെ അധ്വാനിക്കുന്നവരായിരിക്കും. വിശ്രമമില്ലാതെ അവർ പണിയെടുക്കും. വലിയ നേട്ടങ്ങളൊക്കെ നേടിയെന്ന് വരാം. പക്ഷേ ആ നേട്ടങ്ങളൊക്കെ അവർക്ക് സുഖം കൊടുക്കുകയും ചെയ്യും. പക്ഷെ ആ സുഖങ്ങളൊക്കെയും വളരെ വേഗം ദുഃഖത്തിൽ അവസാനിക്കുന്ന സുഖമായിരിക്കും. അതാണ് രജോ ഗുണത്തിൻ്റെ പ്രത്യേകത. തമോ ഗുണത്തിൻ്റെ ഫലം പൂർണ്ണമായും അജ്ഞാനം തന്നെയായിരിക്കും. 3 ഗുണങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. സത്കർമ്മത്തിൻ്റെ ഫലം വിശുദ്ധമാണ്. സത്കർമ്മത്തിൻ്റെ ഫലം പരിശുദ്ധമായിരിക്കും. അത് സാത്വിക ഗുണത്താലാണെന്നാണ് പറയുന്നത്. സാത്വികന്മാരുടെ പ്രവൃത്തികളൊക്കെ സത്കർമ്മങ്ങളായിരിക്കും. അതിൻ്റെ ഫലം വളരെ പരിശുദ്ധങ്ങളും ആയിരിക്കും. രജോ ഗുണത്തിൽ ധാരാളം പ്രവൃത്തികൾ ചെയ്യും, വലിയ അധ്വാനം നടത്തും അവർ. പക്ഷേ അതിൻ്റെയൊക്കെ ആത്യന്തിക ഫലം ദുഃഖമായിരിക്കും. തമോ ഗുണത്തിലെ പ്രവൃത്തികളുടെ ഫലം മൗഢ്യവും അറിവില്ലായ്മയും ആയിരിക്കും. ആലസ്യവും അജ്ഞാനവുമായിരിക്കും തമോ ഗുണത്തിലെ. തമോ ഗുണക്കാരും പ്രവൃത്തികളൊക്കെ ചെയ്യും, ഒരു പ്രവൃത്തിയും ചെയ്യാത്തവരല്ല. പക്ഷെ അവരുടെ എല്ലാ പ്രവൃത്തികളും യുടെ ഫലവും ദുഃഖത്തിലായിരിക്കും. തമോ ഗുണപ്രധാനിയായ ഒരാൾ എല്ലാവിധ ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ആളാണ്. അതാണ് ഈ തമോ ഗുണത്തിൻ്റെ ഒരു പ്രത്യേകത. തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിൽ നിന്നും സാത്വിക ഗുണത്തിലേക്ക് എത്തിച്ചേരുക എന്നതായിരിക്കണം നമ്മുടെ
ഒരു ജീവിത പരിഗണന എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹ നമസ്കാരം.